ഒരു ബിസിനസ്സുകാരനാണ്, ഒരു ബ്ലോഗറും എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായ ഒരു വെബ്സൈറ്റ്. അതിനുവേണ്ടി അവനെ സ്പെൻഡ് ചെയ്യാൻ മണിയൊന്നും കാണില്ല. എന്നാൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതായത് ചെറുകിട സംരംഭകനെ സംബന്ധിച്ച് അവന് വർഷം 10,000-12,000 രൂപയൊക്കെ കൊടുത്തൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനോ അതുപോലെ മാസം പേ ചെയ്യാനോ ഒന്നും അവനെ കൊണ്ട് സാധിച്ചൊന്നും വരില്ല. കാരണം അവൻ അതിനുള്ള പ്രോഫിറ്റ് ഉണ്ടാവുകയില്ല ചെറുകിട സംരംഭകന്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് തന്നെ സ്വന്തമായ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയും യാതൊരുവിധ മുടക്കമില്ലാതെ നമുക്കൊരു വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ആർട്ട് എല്ലാം കിട്ടുന്ന ഒരു എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുപിടിക്കാൻ ടിനോ ടോക്കീസിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ടുണ്ടല്ലോ. അതിന് നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ wordpress.com എന്ന് പറഞ്ഞാൽ നമ്മൾ പലർക്കും അറിയാം wordpress.org അതുവഴി അങ്ങനെ ബൈ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ wordpress.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഡൊമെയിൻ നെയിം ഹോസ്റ്റും എല്ലാം കിട്ടും. അത് 1 രൂപ പോലും മുടക്കില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. അതിന് ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ആ ടെംപ്ലേറ്റ്സിൽ എഡിറ്റ് ചെയ്ത് നമുക്ക് അത് സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വേറെ എക്സ്ട്രാ മണി മുടക്കുകയോ എക്സ്ട്രാ ഒരാളുടെ സപ്പോർട്ട് തരികയോ ഒന്നും വേണ്ട. അതെങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. എങ്ങനെ ചെയ്യാൻ നമുക്കൊന്ന് കണ്ടു വന്നാലോ. ആദ്യം നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ ലാപ്ടോപ്പ് എന്താണെന്ന് വെച്ചാൽ അതിൽ ഗൂഗിൾ ക്രോം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ആക്കാം. ഞാൻ ഇവിടെ ഗൂഗിൾ ക്രോമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് കൂടി ഓപ്പൺ ആക്കാം. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഗൂഗിൾ ക്രോം എന്തുകൊണ്ട് ഓപ്പൺ ആക്കാം. എന്നിട്ട് www.wordpress.com എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്യുക. .org അടിക്കുക. അത് വേറൊരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോ നിങ്ങളോട് പറഞ്ഞുതരാം. .com അന്നേരം ഒന്ന് അടിക്കുമ്പോൾ .com അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇതിൽ ഒരുപാട് ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ. നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. അന്നേരം ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. അവിടെ നിങ്ങൾ യൂസർ നെയിമും നിങ്ങളുടെ ഇമെയിൽ അടിച്ചു കൊടുക്കുക. യൂസർ നെയിം അടിച്ചു കൊടുക്കുക. പിന്നെ ഒരു നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് അടിക്കുക. എന്നിട്ട് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്നൊക്കെ അടിച്ചു കൊടുക്കുക. അന്നേരം ഇങ്ങനെ വരും. പിന്നെ വേണമല്ലോ ചോദിക്കുന്നത് നമുക്ക് ഡൊമെയിൻ നെയിം ചൂസ് ചെയ്യാനാണ്. നമുക്ക് ഏത് ഡൊമെയിൻ നെയിമാണ് വേണ്ടതെന്നാണ് ചൂസ് ചെയ്യാൻ. അത് അടിച്ചു കൊടുക്കുക. അന്നേരം സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഡൊമെയിൻ നെയിമുകൾ വരും. ഈ ഡൊമെയിൻ നെയിം എന്താണെന്ന് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ tinotalkies.blog.org .io എന്നൊക്കെ പറയാം. ഇനിയും റിസൾട്ടുകളുണ്ട്. അതിന് താഴെ നിങ്ങൾക്കൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഷോ മോർ റിസൾട്ട് എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ. അതേ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇനിയും ഒരുപാട് ഇതുപോലത്തെ തന്നെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് കിട്ടും. .org വെച്ചൊക്കെ .org ഉണ്ട്, ബ്ലോഗ് ഉണ്ട്, IO ഉണ്ട്. നമുക്ക് ഷോ റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കാം. അതുണ്ട് കുറേ ഓപ്ഷൻസ്. .net tinotalkies.net എന്നൊക്കെ പറഞ്ഞ് കുറേ tinotalkies.co .online .work .me എന്നൊക്കെ പറഞ്ഞ് കുറേ വരുന്നുണ്ട്. നമുക്കിവിടെ tinotalkies.wordpress ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അന്നേരം ഏത് പ്ലാൻ വേണമെന്ന് നമുക്കിവിടെ കുറേ ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഫ്രീ പ്ലാൻ ഉണ്ട്, പേഴ്സണൽ പ്രീമിയം, അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാം. സ്റ്റാർട്ട് വിത്ത് ഫ്രീ നമുക്കത് ചൂസ് ചെയ്യാം. അതാകുമ്പോൾ 1 രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോയിലേക്കാണ് പോകുന്നത്. എന്നിട്ട് നമ്മുടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പേഴ്സണൽ ബിസിനസ്സാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഒരുപാട് ഡിസൈൻസുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള ഡിസൈൻസുകൾ ഒരുപാട് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. അത് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഞാൻ ജസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുണ്ട്. സെലക്ട് ചെയ്തു. ഇനി നമുക്കിവിടെ നമ്മുടെ ടൈറ്റിലൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എല്ലാം കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ടൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പേര് അടിച്ചു കൊടുക്കാം. ടിനോ ടോക്കീസ് എന്നൊക്കെ അടിച്ചു കൊടുക്കുക. എന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സേവ് എന്ന് പറഞ്ഞാൽ സേവ് ആവുന്നതാണ് നമ്മുടെ കൊടുത്ത അപ്ഡേറ്റുകളും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഇവിടെ അത് ബട്ടൺസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ റീനെയിം ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ലിങ്ക് ഇട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഞാൻ അവിടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യണം. എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ബട്ടണായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഉണ്ടോ ആ കാണുന്നതാണ് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്ക് അപ്ലോഡ് ചെയ്യാനുള്ള ബട്ടൺ. അതുപോലെ നമുക്ക് എല്ലാ ബട്ടണും ഇതുകൊണ്ട് അപ്ലോഡ് ചെയ്യാം. ഞാനത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കില്ല, ഫാസ്റ്റായിട്ട് കാണിക്കുക ചെയ്യുന്നത്. അത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. എൻ്റെ നമുക്ക് ഇനി വ്യൂ നോക്കാം. ഡെസ്ക്ടോപ്പ് വ്യൂ നോക്കാം. ഡെസ്ക്ടോപ്പ് വ്യൂ നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതുണ്ടോ നമ്മളിനി ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ വഴി ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു വിൻഡോ ആണ് നമുക്ക് വരുന്നത്. ഇതിൽ നമുക്ക് അലൈനൊക്കെ ചെയ്യാം കേട്ടോ. ബട്ടൺ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തോളൂ.
ഇനി നമുക്ക് നമ്മുടെ ടാബിലും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കാം. അതുകൊണ്ട് ഞാൻ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് എൻ്റെ പ്ലേലിസ്റ്റ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലേക്ക് പോയി. ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതിലേക്ക് പോയി. ഇനി വ്യൂ, ഇത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി വ്യൂ എന്ന് കൊടുത്തിട്ട് നമുക്ക് വ്യൂ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിലേക്കുള്ള വ്യൂ കണ്ടുവരുന്നുണ്ടോ. ടിനോ ടോക്കീസ് എന്നുള്ള ഞാൻ അവിടെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കാണ് കൊടുത്തത്. അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കാണ് പോകുക. വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ, എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് കൊടുത്തപ്പോൾ ആ യൂട്യൂബ് ചാനലിലേക്ക് ഡയറക്റ്റ് അത് പോവുകയാണ് ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഉപകാരപ്പെടുമായിരുന്നു. അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണം, കമൻറ്റ് ചെയ്യൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അപ്പോൾ നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.